ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചാല് എന്റെ മോനെ നിനക്ക് അകാല മൃത്യുവാണ് ഫലം. എന്താ പറ്റിയത് സരസ്വതി അമ്മേ? എല്ലാവരും പേടിപ്പിച്ചല്ലോ. കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഈ മരുന്നുകളൊക്കെ കഴിക്കണം കേട്ടോ. ഞാൻ രാവിലെ വന്ന് നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടോ? സരസ്വതി അമ്മയുടെ ആരോഗ്യസ്ഥിതി അല്പം കുഴപ്പമാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കടുത്ത ഭയം, അതിശക്തമായ ടെൻഷൻ, ഇതൊന്നും താങ്ങാനുള്ള ശേഷി സരസ്വതി അമ്മയ്ക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. മനസ്സിന്റെ മുറിവുണക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് പരിചരിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ? മുത്തശ്ശിയോടുള്ള എന്റെ പെരുമാറ്റം അല്പം അതിര് കടന്നുപോയി. എന്താ മുത്തശ്ശി ഇതൊക്കെ? എന്തിനാ മുത്തശ്ശി ഇപ്പൊ നാഗത്തറയിലേക്ക് പോയത്? കുടുംബശാപം തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാ. ആരെയും കൊല്ലാനുള്ള മനസ്സെനിക്കില്ല. എന്റെ മനസ്സിലെപ്പോഴും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും നടക്കുന്നത് മാത്രമാ. എന്നിട്ടും കൊലയ്ക്ക് കൊടുക്കാൻ മടിയില്ലാത്തവൾ എന്ന വിളി മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയാനാ പൂജാരിയും സിദ്ധനെയും കാണാൻ പോയത്. പക്ഷേ അതിനും ഭാഗ്യമില്ല. ആരംഭിച്ച പൂജ അസ്ഥാനത്ത് അവസാനിപ്പിച്ച എല്ലാവർക്കും ദോഷോ. മോനെ, നിന്നോട് എങ്ങനെയാണ് മാപ്പ് ചോദിക്കേണ്ടതെന്ന് മുത്തശ്ശിക്ക് അറിയില്ല. ഈ നിൽക്കുന്നവരിൽ നിന്നും ആരെയാണ് മുത്തശ്ശിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുക? ഇതിൽ ആരാടാ മുത്തശ്ശിയുടെ ഹൃദയത്തിന്റെ ഭാഗമാകാത്തത്? നിങ്ങൾക്കൊക്കെ വേണ്ടി മുത്തശ്ശി മരിക്കാൻ തയ്യാറാ. പക്ഷെ എന്റെ വിലകെട്ട ജീവനല്ലല്ലോ നാഗദൈവങ്ങൾക്ക് വേണ്ടത്. പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. സർപ്പബലി അവസാനിപ്പിക്കണം എന്ന് കരുതിയ പോയത്. പക്ഷെ സിദ്ധനും പൂജാരിയും എന്താ പറഞ്ഞെന്നറിയോ? അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചാല് എന്റെ മോനെ നിനക്ക് അകാല മൃത്യുവാണ് ഫലം. മുത്തശ്ശി എന്താ ചെയ്യേണ്ടത്? നിന്നെ വിധിക്ക് വിട്ടുകൊടുക്കണോ? മരിക്കുന്ന നേരത്ത് നിന്റെ കയ്യിന്ന് ഒരു തുള്ളി വെള്ളം തൊട്ടു കുടിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാ മുത്തശ്ശി. എനിക്ക്
നിനക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുവോടാ? അമ്മേ, സർപ്പബലി നടന്നില്ലെങ്കിൽ നവീൻ ആപത്താണെന്ന് പറഞ്ഞത് സത്യമാണോ അമ്മേ? സത്യം. ഇത്രയും കാലം കഴുത്തി കുരുങ്ങിയ ശാപത്തിന്റെ കൂടെ മറ്റൊരു ദോഷം കൂടി ദൈവങ്ങളൊക്കെ കണ്ണടക്കിയ സുമിത്രേ. എന്റെ മോൻ. നവീന് ഒന്നും സംഭവിക്കില്ല മുത്തശ്ശി. സർപ്പബലിക്ക് ഞാൻ തയ്യാറാ. നവീൻ, ഇനി എന്നെ എതിർക്കരുത്. നവീൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നവീനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മരിക്കാന്ന് നവീൻ പറഞ്ഞതുപോലെ നവീന് വേണ്ടി മരിക്കാൻ ഞാനും തയ്യാറാ. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സർപ്പബലിക്ക് എന്നെ നവീൻ അനുവദിക്കണം. അച്ഛാ, അമ്മേ, ഞാൻ നിങ്ങൾക്കൊക്കെ വാക്ക് തരാണ്. ഈ സർപ്പബലിന്ന് ഒരിക്കലും ഞാൻ പിന്മാറില്ല. നവീന് ഒരു ദോഷം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് സത്യം. ഹലോ മോളെ, നിങ്ങൾ ഇറങ്ങിയോ? ഇല്ലമ്മേ, ഞങ്ങൾ പോകുന്നില്ല. എന്തു പറ്റി? ആരാ തീരുമാനം മാറ്റിയത്? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എങ്ങനെയെങ്കിലും നവീന്റെ കൂടെ പോയി ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അമ്മേ, നവീന്റെ കൂടെ വാടകക്കാരായിട്ട് വന്ന് കയറിയതാ ഞാൻ ഈ കുടുംബത്തില്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ഒരുപാട് കടപ്പാടുകളുണ്ട്. എല്ലാവരെയും ധിക്കരിച്ച് ഞാനിവിടുന്ന് പോവാൻ തീരുമാനിച്ചാലേ ഈ കുടുംബം ചിലപ്പോ ഒന്നിച്ചില്ലാതാവും. അതിനുശേഷം ഞാൻ എങ്ങനെ ജീവിച്ചിട്ടെന്താ? ഞാൻ എന്തൊക്കെ നേടിയിട്ടെന്താ? മോളെ, അമ്മ പറയുന്ന ഒന്ന് കേൾക്കടി. ഇനി അമ്മ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. അമ്മ സർപ്പബലി നടക്കുമ്പോ ഇവിടെ ഉണ്ടാവണം. അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി ഞാനിപ്പോ വിളിച്ച. മോളെ, നീ അമ്മ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ അമ്മയുടെ മോള് ശരി മാത്രം ചെയ്യുന്നത്. ജീവിതത്തില് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച് ശരി. ഞാൻ ഫോണ് വെക്കാം. മോളെ, മോളെ കൃഷ്ണേ, മോളെ.